അളിയാ നമ്മൾ ഈ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഇത്രയും ചെത്തായിട്ട് നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടാ. അല്ല എനിക്കും നമ്മൾ ഒരുങ്ങി ഒരുമാതിരി കള്ളന്മാരെ ലുക്കായെന്നൊരു സംശയം എനിക്കിപ്പം. അതുകൊണ്ടായിരിക്കും ആരും മൈൻഡ് ചെയ്യാത്തത്. ഇപ്പോൾ പോടാ എനിക്ക് നമ്മൾ ഇനി എവിടെ പോയി കിടന്ന് കറങ്ങും, അതാണ് പ്രശ്നം. സ്കൂള് കറങ്ങി, കോളേജ് കറങ്ങി, കയർ ഫാക്ടറി കറങ്ങി. നീ ആരുടെ പറയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഒരു വൃദ്ധസദനത്തിലും ഞാൻ ഒരു റൗണ്ട് അടിച്ച്. വൃത്തികെട്ടവനെ അളിയാ ചെറിയ പ്രായത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വല്ല സന്തൂർ മമ്മിമാരും ഉണ്ടെങ്കിലാന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. എന്നിട്ട് കണ്ടാ മമ്മിമാരാരെങ്കിലും? മമ്മി റിട്ടേൺസിലെ മമ്മിയെ പോലത്തെ 2-3 മമ്മിമാരെ കണ്ട് ഞാൻ ഓടി അവിടെ നിന്ന്. അല്ലെ നമുക്ക് വല്ല കാഴ്ചബംഗ്ലാവിലും പോയാലോ? അയ്യേ അത്ര ഡെസ്പറേറ്റ് ആവല്ലേ അളിയാ, ഗതിയാടാ അത്ര വന്നിട്ടില്ല. കുരങ്ങനെയും കടുവയും ഞാനല്ല, അവിടെ നല്ല പെമ്പിള്ളേർ വരും മയിലിനെയൊക്കെ കാണാൻ. ചെന്ന് കയറിക്കോട്ടെ, മയിലാട്ടം നടക്കും അവിടെ. എടാ പ്രാസം ഒപ്പിച്ച് വിളിച്ചിട്ട് പൊക്കളയും അവളുമാരി. വേണ്ട, ഇനി 4 കാലികളുടെ ഫ്രണ്ട് കൂടെ നാണം കെടാൻ ബാക്കിയുള്ളൂ. അത് വേണ്ട, നമുക്ക് വേറെ വല്ല വഴി നോക്കാം. അത് പറഞ്ഞപ്പോഴാണ് കുളമുട്ട സ്കൂളിൽ എന്തോന്നാ സയൻസ് എക്സിബിഷൻ നടക്കുന്നത്. അവിടെ മറ്റേ അഗ്നിപർവ്വതവും വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ ഇരിക്കുന്നു. സ്കൂളിൽ കൊച്ചു പിള്ളേരല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അവരെ തള്ളമാരും അവരെ ടീച്ചർമാരും ഒക്കെ ഇല്ലേ അവിടെ? അല്ല എന്നാലും ഈ എക്സിബിഷനൊക്കെ വരുന്ന വിദ്യാഭ്യാസവും ഇതൊക്കെ ഉള്ളവർക്ക് നമ്മളെയൊക്കെ ഇഷ്ടപ്പെടും. എന്തോ നമ്മൾ സയൻസ് പഠിച്ചിട്ട് പോകും. H2O, CO2, യൂറിക് ആസിഡ് ഉണ്ട്. പിന്നെ പ്രകാശ സംരക്ഷണം, നാനത്വത്തിൽ ഏകത്വം, പിന്നെ കുറച്ച് ആൾക്കാരുടെ പേരും പഠിച്ചിട്ട് പോകാം. തോമസ് എഡിസൺ, പൈതഗോറസ് സിദ്ധാർത്ഥ ഭരതൻ. മറ്റേ ത്രികോണം കണ്ടുപിടിച്ച ഒരാളുണ്ട്, അങ്ങനെ പേര് അങ്ങനെയാണ്. എടാ അത് പൈതഗോറസ് സിദ്ധാന്തം, അതൊരാളെ പേരല്ല അത്. അളിയ ഞാനൊരു കാര്യം പറയാം, നിനക്ക് മൃഗശാലയാണെന്നല്ല, നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ പോവാം. അല്ലല്ല വേറെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സയൻസ് എനിക്ക് അറിഞ്ഞു. ഇല്ല നീ പറയാൻ എന്തായാലും എനിക്കറിയാം. ന്യൂട്ടൺസ് ലോ ഓഫ് ലൂസ് മോഷൻ എന്നല്ലേ? അതല്ല, ബയോളജി പറഞ്ഞുതരാം. വേണ്ട, ബയോളജി പറയരുത്. എടാ മറ്റേ കോശത്തിനകത്ത് കിടക്കുന്ന ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. ഇല്ല മൈറ്റോകോൺട്രിയ ഉണ്ടാ നിനക്ക്? ഇല്ല നിന്റെ ഉണ്ടാ. എനിക്കുണ്ട്. ലാഭം ഉണ്ടാവുന്ന എങ്ങനെയെന്ന് അറിയാമോ? അലിവ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് അറിയാം.